നമസ്തേ, സുന്ദരനല്ലേ? ഓ, വീടിന്നും കണ്ടുപിടിയല്ലേ? ചേലേരി മഹാവിഷ്ണു ഈശാനമംഗലം. ഇത് നമ്മളെ ചേലേരിയിൽ നിന്ന് പരിചയപ്പെട്ട പേര് പറ. പ്രദീപാട്ടെ. പ്രദീപാണ് നമ്മളവിടെ നിന്ന് പരിചയപ്പെട്ടില്ലേ? ചേലേരി പിന്നെ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ഭക്തജനങ്ങളെല്ലാവരും പ്രധാന കവാടത്തിലൂടെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളതല്ല. വളണ്ടിയർമാർ നൽകുന്ന നല്ല നിർദ്ദേശങ്ങൾ അനുസരിക്കുക. ചക്കി ഇങ്ങോട്ട് വന്നിട്ടില്ലെന്നല്ലേ? ചക്കി ഇങ്ങോട്ട് വന്നിട്ടില്ലെന്നല്ലേ? അതൊന്ന് കൂട്ടിയാൽ നല്ല രീതിയിലുള്ള ക്ഷേത്രവുമായി സഹകരിച്ചുകൊണ്ട് ഭക്തജനങ്ങളുടെ ആരംഭങ്ങൾക്കും ആർപ്പുവിളികൾക്കും സാക്ഷ്യം വഹിച്ചുകൊണ്ട് അമ്മയുടെ മുന്നിൽ സങ്കടങ്ങളും പ്രതീക്ഷകളും സമർപ്പിച്ച് ആത്മീയ നിർവൃതിയിലേക്കുള്ള ആശ്വാസകിരണമായി അമ്മയുടെ അനുഗ്രഹം തേടിയുള്ള ഭക്തരുടെ കാത്തിരിപ്പ് മാനം മുട്ടുന്ന പ്രതീതി ഉളവാക്കുന്ന ദൂരത്തോടുകൂടി. ഇത് നമ്മളെ പുഴാതി പെരുമലനാണ് കുഞ്ഞിരാമൻ, അദ്ദേഹം അങ്ങനെ തന്നെ. അല്ലേ ഭക്തജനങ്ങളെ ആഭരണങ്ങളും തങ്ങളുടെ കുട്ടികളെയും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പോലീസ് അറിയിക്കുകയാണ്.
ഓരോരുത്തരും അനുസരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അമ്മയുടെ തിരുസന്നിധിയിൽ നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിൽ പങ്കെടുത്ത് അമ്മയെ കൺകുളിർക്കെ കാണുക എന്നുള്ളത് കണ്ടു നിൽക്കുന്ന സായുജ്യം മാത്രമല്ല, ആത്മാവിന്റെ അനുഗ്രഹ വർഷം കൂടിയാണ്. പാരമ്പര്യങ്ങൾ അനുഷ്ഠാനങ്ങൾ ഉള്ളൊരുക്കിയ പ്രാർത്ഥനകളോടെ ദിവസത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് വിളിച്ചാൽ വെളിച്ചവത്തെത്തി തീരാവേദനകളകറ്റി അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്ന ദിവ്യസങ്കേതമായ കളരുവാടക്കൈ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ ഭക്തിവിശ്വാസത്താൽ നിറഞ്ഞ് കാലവും ദേശവും കാത്തിരിക്കുന്ന ആ പുണ്യമുഹൂർത്തം സമാഗതമാവുകയാണ്. പരമ്പൊരുളായ ആദി പരദേവതയുടെ പരമജ്യോതിനെ ആവാഹിച്ച് ആദികൊണ്ട് ആവനാദികൊണ്ട് ആശ്വാസം നേടുന്ന മണ്ണിലെ മനുഷ്യരുടെ കനലൊരിയുന്ന മനസ്സുകളിലേക്ക് കഷ്ടപ്പെടുന്ന വളണ്ടിയർമാർ നൽകുന്ന നിർദ്ദേശങ്ങൾ ഭക്തജനങ്ങൾ അനുസരിച്ച് ക്ഷേത്രവുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വളണ്ടിയർമാർ നൽകുന്ന നല്ല നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ തിരുനടയിൽ കൂട്ടക്കൂട്ടമായി നിൽക്കുന്ന ഭക്തജനങ്ങൾ ഇരുഭാഗത്തേക്ക് മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ തിരുനടയിൽ നിന്ന് പ്രാർത്ഥനയോടെ ജീവിക്കുന്ന ഭക്തജനങ്ങൾക്ക് വേദനകളെത്തി അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്ന ദിവ്യസങ്കേതമായ ക്ഷേത്ര സന്നിധി ഭക്തിവിശ്വാസത്താൽ നിന്ന് കാലവും ദേശവും കാത്തുനിന്ന ആ പുണ്യമുഹൂർത്തം സമാഗതമാവുകയാണ്. പരമ്പരയായ ആദ്യ പരദേവതയുടെ ആത്മചൈതന്യം ആവാഹിച്ച് അതിലൂടെ